സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം കടുപ്പിച്ച ആശാവർക്കർമാർ ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ കളക്ടറേറ്റ് ഉപരോധം. അതേസമയം CITU ആശാ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലും ഇതേ സമയത്ത് ബദൽ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, അവിടെ എങ്ങനെയാണ് സമരം മുന്നോട്ട് പോകുന്നത്? തിരുവനന്തപുരത്തടക്കം ഒരിക്കലും സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് NHMന്റെ ഭാഗത്ത് നിന്നുള്ള നിർദ്ദേശം വന്നിട്ട് പോലും ആശാ വർക്കർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ എങ്ങനെ സമരം മുന്നോട്ട് പോകുന്നു? ദേവിക, ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 100 കണക്കിന് ആശമാരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഈ സമരം ഇവിടെ നടക്കുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്തുകൂടി ഇവർ ഇരിക്കുന്നതിന് തൊട്ടടുത്തുകൂടിയാണ് CITUവിന്റെ നേതൃത്വത്തിലുള്ള ആശാവർക്കർമാരുടെ ഒരു സമരം ഇപ്പോൾ കടന്നുപോയത്. ഇവർ ഇവിടെ സമരം ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സമരം പൊളിക്കാനായി, ഈ സമരം വിജയിക്കാതിരിക്കാനായി ബദൽ സമരമടക്കം CITU ഇന്നലെ ആസൂത്രണം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് അല്പസമയം മുമ്പ് ഇവരുടെ മുന്നിലൂടെ CITUവിന്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാരുടെ ഒരു മാർച്ച് കടന്നുപോയത്. അത് പാസ്പോർട്ട് ഓഫീസിന് മുന്നിലേക്കാണ് കടന്നുപോയിട്ടുള്ളത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവരുടെ സമരം തുടരുമ്പോഴും ഇവിടെയും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആളുകൾക്കൊന്നും ഒട്ടും കുറവില്ല. ആശമാരുടെ എണ്ണവും 100 കണക്കിന് ആശമാരാണ് ഇവിടെ സമരമിരിക്കുന്നത്. അത്രത്തോളം ദയനീയമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പാവപ്പെട്ട സ്ത്രീകൾ നടത്തുന്ന സമരത്തെ പൊളിക്കാനുള്ള ഒരു തന്ത്രം എന്ന രീതിയിലാണ് ഇന്നലെ പെട്ടെന്ന് തന്നെ ഒരു സമരം CITUവിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തത്. നമുക്കറിയാം, ഒരു ഓഡിയോ സന്ദേശമടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ ആശമാർ നടത്തുന്ന സമരത്തിൽ ഒരു രീതിയിലും പങ്കെടുക്കരുത് എന്ന ഒരു നിർദ്ദേശം ആശമാർക്ക് CITUവിന്റെ യൂണിയൻ നൽകുകയുണ്ടായി. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറണം, ഒരു കാരണവശാലും ഇവർ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കരുത്. അതായത് അത്രത്തോളം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് ആശമാരുടെ സമരം ഇവിടെ പുരോഗമിക്കുന്നത്. തൊട്ടടുത്ത് പാസ്പോർട്ട് ഓഫീസിലേക്ക് CITUവിന്റെ സമരം പോകുന്നുണ്ട്. ഒരേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ സമരം പൊളിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് സമരവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു രീതിയിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്നത്. നിങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുമോ? നിങ്ങൾ ഈ സമരം തുടരുക തന്നെയാണോ? തുടരും. ഞങ്ങൾ ഈ സമരം, ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നിടം വരെ ഞങ്ങൾ ഈ സമരം തുടരും. തൊട്ടപ്പുറത്തുകൂടി ഇപ്പോൾ അവരുടെ സമരം കടന്നുപോയി. കണ്ടിരുന്നോ? കണ്ടിരുന്നു. അതാണ് ഇപ്പോൾ ആ ഒരു ബദൽ സമരത്തിലേക്കൊക്കെ നിങ്ങളിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കാനല്ലേ ശ്രമം? നമ്മളൊരു രാഷ്ട്രീയത്തിലുമല്ല. ഇപ്പൊ രാഷ്ട്രീയ പിന്തുണ ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു രാഷ്ട്രീയത്തിലല്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിൽ തന്നെ ആശമാർക്കിടയിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമല്ലേ? അത് രാഷ്ട്രീയക്കാർ നടത്തുന്ന ഭിന്നിപ്പാണ്. രാഷ്ട്രീയക്കാർ നടത്തുന്ന ഇപ്പോഴത്തെ ഭരണം അവർ നടത്തുന്ന ഭിന്നിപ്പാണ്. പിന്നെന്താ പറയണ്ടേ? നിങ്ങൾക്കൊപ്പമുള്ള ആളുകൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇപ്പോഴും സമരത്തിലാണ്. സമരം ചെയ്തോടെ, അത് അവരുടെ അവകാശമല്ലേ. നമ്മൾ ആ സംഘടനകൾക്കെതിരല്ല, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. എല്ലാ രാഷ്ട്രീയക്കാരുമാണ് നമ്മുടെ ഈ സംഘടന. ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ ഇന്ന് കളക്ടറേറ്റ് പഠിക്കൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്നത്. CITUവിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. അത് അവരുടെ സംഘടനയുടെ ആവശ്യപ്രകാരം അവർ നടത്തുന്നതാണ്. അതിന് നമ്മളെതിരല്ലല്ലോ. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായിട്ടുള്ള ആശമാരുടെ സമരമാണ് ഇവിടെ. സമരം ശക്തമാവാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരുപക്ഷെ ആയിരിക്കാം. പക്ഷെ അതിനൊന്നും ഈ ആശമാരെ നിന്ന് കൊടുക്കുന്നില്ല. എല്ലാ ആശമാരും PHS സമരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം നമ്മുടെ പ്രത്യക്ഷമായി വരാൻ താല്പര്യമില്ലാത്തവരും ഈ സമരത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരാണ് CPMന്റെ സംഘടനയിൽപ്പെട്ട എല്ലാ ആശമാരും. ദേവിക, സമരം തുടരുക തന്നെയാണ്. അത്യന്തം ശക്തമായി തന്നെ സമരവുമായി മുന്നോട്ട് പോകാൻ, തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ആശാ വർക്കർമാർ എല്ലാവരും തന്നെയുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ 100 കണക്കിന് ആശമാരാണ് ഇരുന്ന് പ്രതിഷേധിക്കുന്നത്. സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് തൊട്ടടുത്ത് തന്നെ ഇവർക്ക് ബദലായി ഇവരുടെ സമരം പൊളിക്കാനായി CITUവിന്റെ നേതൃത്വത്തിലുള്ള സമരവും നടക്കുന്നുണ്ട്. സമരവുമായി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. ദേവിക, സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം കടുപ്പിച്ചിരിക്കുകയാണ് ആശാ വർക്കർമാർ. ഒപ്പം തന്നെ ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലും കളക്ടറേറ്റ് ഉപരോധം നടത്തുന്നു. അതേസമയം CITU ആശാ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലും ഇതേ സമരം നടത്തുന്നുണ്ട്. ബദൽ സമരമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപാണ് ചേർന്നത്.